കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഗെയിംസ് കിട്ടിയിട്ടുണ്ട്. ആ ഗെയിംസിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഗെയിമിൻ്റെ പേര് എൽവുഡ് എന്നാണ്. ഗെയിം കളിക്കണമെങ്കിൽ അത്യാവശ്യം ഐക്കും കാര്യങ്ങളൊക്കെ വേണം. കാരണം ഇതിൽ നിങ്ങളൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ് ഉണ്ടാവുക. നിങ്ങളൊരു കുട്ടിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അത് വേറെയും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. ഈ ഒരു ഗെയിമിൻ്റെ 2 എപ്പിസോഡ് റിലീസായിട്ടുണ്ട്. ബാക്കി എപ്പിസോഡ് അടുത്ത് വരുമെന്നാണ് ഗെയിം ഡെവലപ്പേഴ്സ് പറയുന്നത്. രണ്ടാമത്തെ ഗെയിമിൻ്റെ ഒരു സാൻഡ് ഓഫ് എന്നാണ്. ഈ ഒരു ഗെയിം അത്യാവശ്യം ഫോൺസിലെല്ലാം വർക്കും, 4 GB റാമും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമിംഗ് പ്രൊസസ്സറും കൂടി ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് റണ്ണാവും. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത വരുന്നത് ഗൺസ് റീലോഡ് ചെയ്യുന്ന ആനിമേഷനും ഗൺസിൻ്റെ സൗണ്ട് എല്ലാം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. മൂന്നാമത്തെ ഗെയിം കാറക് സ്ട്രീറ്റ് ആണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അത്യാവശ്യം സ്പെക്സും കാര്യങ്ങളാണ്. ഒരു 6 GB റാം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മീഡിയം ലെവലിൽ നിന്ന് കളിക്കാം, അല്ലെങ്കിൽ ലോയിലിട്ട് കളിക്കാം. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഹൈലിൽ തന്നെ കളിക്കണം. ഒരു ബോണസ് കാർ ഗെയിം എന്ന രീതിയിൽ ഇതിനെ പിടിച്ചോ. ഇതിൻ്റെ പേര് ബൂം കാർട്ട് എന്നാണ്. നമ്മുടെ ബീച്ച് ബാക്കി കളിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ മൾട്ടിപ്ലെയർ ആയിട്ടാണ് കളിക്കാം. ഈ കസിൻസ് എല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഇരുന്ന് കളിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ കളിക്കാൻ പറ്റിയ ബെസ്റ്റ് ഗെയിമാണിത്. മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കണമെങ്കിൽ ജസ്റ്റ് റൂം ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് മാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ബീച്ച് ബാക്കി കളിക്കുന്ന ആ റോക്കറ്റും ആ ഒരു ഷോക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മുടെ നാലാമത്തെ ഗെയിമിൻ്റെ പേര് ദ വോൾഫ് അമംഗ് അസ് എന്നാണ്. ഇതൊരു റോൾ പ്ലേ ഗെയിം തന്നെയാണ്. സ്റ്റോറി മോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരു DC ക്യാരക്ടറാണ്. DC യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ ഒരു ഗെയിമിൽ വരുന്നത്. ഈ ഒരു ഗെയിം 2014 ഇറങ്ങിയാണ്. അപ്പോൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ 10 കൊല്ലം മുമ്പാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈ ഗെയിം കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഗെയിംസൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചില ഗെയിംസൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരാവും. അപ്പോൾ അത്ര ഉള്ള വീഡിയോ കഴിഞ്ഞു. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.